ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നും തീരെ കുഴക്കേണ്ട ആവശ്യമില്ല. കുഴച്ച അപ്പം തന്നെ നമ്മൾക്ക് മുറുക്ക് ചൂടുകയും ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. സാധാരണ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി എടുക്കരുത്, അതുകൊണ്ടുണ്ടാക്കിയാൽ അത്ര ശരിയാവത്തില്ല. പൊടികളെല്ലാം കൂടെ ഒരു അരിപ്പയിലേക്കാണ് നേരിട്ടിട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കടലമാവാണ്. 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി എടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ അരിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിലാണ്. ഇത് ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3/4 ഗ്ലാസ് കടലമാവും കൂടി എടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്, അതായത് ക്യുമിൻ സീഡ്സ് എന്നൊക്കെ പറയുന്നതാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കൈവച്ച് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് വെണ്ണയാണ്. 50 ഗ്രാം വെണ്ണയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ വെണ്ണ പുറത്തിറക്കി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. 50 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1/4 കപ്പായിരിക്കും വരുന്നത്. ഇത്രയും കട്ടിയായിട്ടാണ് വെണ്ണ ഇരിക്കുന്നത്. ഒരുപാട് മെൽറ്റായിട്ടല്ല, ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ആദ്യം കൈവച്ച് ഇതേപോലെ മിക്സാക്കിയതിന് ശേഷം 2 കൈയും കൂടെ വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ വെണ്ണ ആയി കിട്ടുക. ഇപ്പോൾ ആ വെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടുവെള്ളമൊന്നുമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഓരോ അരിപ്പൊടിക്കനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള മാവായിരിക്കണം കിട്ടേണ്ടത്. ഇപ്പോൾ ഇതോടെ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് സേവനാഴിക്കകത്ത് അച്ചിട്ട് കൊടുക്കാം. ഏത് ടൈപ്പ് അച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്റ്റാർ ടൈപ്പുള്ള അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തേക്ക് മാവ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് സാധാരണ മുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മാവ് ഉപ്പും എടുക്കുന്നത് കാണുമ്പോൾ അറിയാം, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് മുറുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന മുറുക്ക് നല്ല ക്രിസ്പി ആയിരിക്കും, അതേസമയം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ഇവിടെ ജീരകമാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എള്ള് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറുത്ത എള്ള് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മാവെല്ലാം ഇതിനകത്തേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചതിന് ശേഷം സാധാരണ മുറുക്ക് പിഴിയുന്ന പോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ സേവനാഴിയിൽ മാവ് നിറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇനി നമ്മൾക്ക് മുറുക്ക് ഓരോന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പം ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തേച്ചതിന് ശേഷം അതിനകത്തേക്കാണ് പിഴിയുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറിൽ എണ്ണ തേച്ചിട്ട് അതിനകത്തേക്ക് പിഴിയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോഴാണ് പെട്ടെന്ന് ഇതെടുക്കാൻ കിട്ടുക. ഒരു ട്രിപ്പിൽ നമ്മൾക്ക് 4 5 എണ്ണം വരെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സിംഗിളായിട്ടുള്ള മുറുക്കല്ല ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിൻ്റെ കച്ച് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നേരെ എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. ഇനി എണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. മുറുക്കിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എണ്ണ ചൂടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച മുറുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മുറുക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മളുടെ മുറുക്ക് അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല. എല്ലാ മുറുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടുക. മുറുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. ഇനി മുറുക്ക് മൊരിയിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് തുടരുത്. മുറുക്ക് തനിയെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചുവിട്ട് മൊരിയിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം നല്ലപോലെ പോകും. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ട്രിപ്പ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പതയെല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിനി മുറുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അടുത്ത ട്രിപ്പിനുള്ളത് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പിഴിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അതും ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ട്രിപ്പ് പിഴിഞ്ഞ് വെച്ചാൽ മതി. ഇനി ആദ്യമായിട്ട് മുറുക്കുണ്ടാക്കുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ചെയ്യുക. ഏത് റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിലും
ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ മുറുക്കൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്